ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനിയത്തി ഏട്ടത്തിൻ്റെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടിയെന്നുള്ളത്. അതിന് ചൂടുപിടിച്ച ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒളിച്ചോടിയതുമല്ല, അതിനുശേഷം പെരുവഴിയിലായ കഥയും ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു. അതിലൊരാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 വയസ്സിലാണ് ഏട്ടത്തിൻ്റെ കല്യാണം കഴിയുന്നത്. അയാൾ അവിടെ എത്തുമ്പോൾ അപ്പോൾ ഈ കുട്ടിയുടെ അഡോളസൻസ് പീരീഡും ആ പീരീഡിലൊക്കെ തന്നെയും ഈ കുട്ടിയെ എത്രമാത്രം മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ആ വ്യക്തി കൃത്യമായി പറയുന്നുണ്ട്. ഈ 12, 15, 16, 17 വയസ്സുകളിലൊക്കെ ഇത്ര സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഈ പെൺകുട്ടിയെ വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്രയധികം മനസ്സിന് സ്ട്രോങ് ആയിപ്പോയത്, ഈ റിലേഷൻഷിപ്പിൽ പോകാൻ തോന്നിയതും. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ അച്ഛൻ മകളെ ഇപ്പം ഗർഭിണിയാക്കുന്നു, ആങ്ങള പെങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നു, അമ്മയും മകനും ഒരുമിച്ച് ജീവിക്കുന്നു, അച്ഛൻ മകളെ വിവാഹം കഴിക്കുന്നു, പിന്നെ ടീച്ചർ കുട്ടിയെ ക്ലാസ്സിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. നമ്മളിപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്കൂൾ തലത്തിലാണോ? സ്കൂൾ തലത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പറയുന്ന ആ പീരീഡ് 45 മിനിറ്റ് ഉള്ളത് ആ കുട്ടികൾ പിന്നെ അത് ഫോളോ ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായ ലോകമുണ്ട്. എല്ലാവരും ജനിച്ചത് ഒരു ലോകത്താണ്. പക്ഷേ എല്ലാ വ്യക്തികളും അവരവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലോകമുണ്ട്. നമ്മുടെ ലോകവും നാം ജനിച്ച ലോകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റില്ല. അനുഭവങ്ങളിലൂടെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയത്ത് മാത്രമേ അവർക്ക് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിയെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനിടയിൽ അമ്മയും അച്ഛനും ആ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു. വളരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒന്നുമുള്ള ഒരു ഫാമിലിയല്ല. അപ്പോൾ ആ കുട്ടിയുടെ ഒരു 23 വയസ്സുകാരിയുടെ തെറ്റിന് ക്ഷമിച്ചുകൊണ്ട് ആ കുട്ടിയെ ആരെങ്കിലും സ്വീകരിച്ച് കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവളെ ഒരു നേർവഴിക്ക് നയിക്കാൻ അങ്ങനെ നേർവഴിക്ക് കുട്ടിയെ നയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, നമുക്കെല്ലാം പോസിറ്റീവായി ചിന്തിക്കാം, അതല്ലേ നല്ലത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.